2003 അച്ഛനും അമ്മയും അപ്പും വസുദേവും കൂടി സുഖമായി കഴിഞ്ഞു എന്നുള്ള ടൈറ്റിലിന് ശേഷം ആ വസുദേവനെ കാണുന്നത് ഇപ്പോഴാണ് 2016. എവിടെയായിരുന്നു ഇത്ര നാളും? അതന്നെ ഞാൻ എന്നോടും ചോദിക്കുന്നത്. ആണല്ലേ, എവിടെയായിരുന്നു ഇത്ര നാളും? കൊറേ ദിവസം പിന്നെ സിനിമയൊക്കെ കഴിഞ്ഞപ്പോ പഠിത്തത്തില് കുറച്ച് ഉഴപ്പി തോറ്റു അങ്ങനത്തെ കുറെ പരിപാടി. തോറ്റുന്നില്ല, ഇല്ല, ഭയങ്കര ഡൗൺ ആയിപ്പോയി സ്റ്റഡീസിൽ. കാരണം ഒബ്വിയസ്ലി ആ ടൈമില് നമ്മൾ ആ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ സ്കൂളിലേക്ക് ആ സൈഡിലേക്കേ പോയില്ല. കാരണം ഷൂട്ടൊക്കെ കേരളത്തിലായതുകൊണ്ട് ഞാൻ പഠിച്ചൊക്കെ ചെന്നൈയിലായിരുന്നു. അപ്പൊ അങ്ങനെ അമ്മ തീരുമാനിച്ചു ഇനിയിപ്പോ സിനിമ കുറെ കാലത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ 2014 ഗ്രാജുവേറ്റ് ആയി ലോയളേന്ന്. അപ്പോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് സിനിമയിലേക്ക്. പിന്നെ നോക്കിയപ്പോ കണ്ണാടിയൊക്കെ നോക്കിയപ്പോ വലിയ ചെക്കനായി, കുറച്ച് ഗ്ലാമർ ഒക്കെ വെച്ചു. ഇല്ല, വലിയ ചെക്കനായി. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ചെറിയ ഇതാക്കി മാറ്റണായിരുന്നു. പിന്നെ ഭയങ്കര ഞാനൊരു 100 കിലോ 110 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 75 അച്ഛനെക്കാളും ഉണ്ടല്ലേ? ഉണ്ട്. ശരി, എന്നിട്ട് എങ്ങനെ പക്കാക്കത്തിയിലോട്ട് വന്നു? അവിടുന്ന് നേരെ ഞാൻ ആ സിനിമയുടെ പേര് ഒന്നുകൂടി പറയാം, മീൻ കുഴമ്പും മൺപാനയും. ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സിനിമ ഒരു പക്ക കഥയായിരുന്നു 2014. അത് കഴിഞ്ഞിട്ടായിരുന്നു മീൻ കുഴമ്പും മൺപാനയും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് ഷോയിൽ മിമിക്രി ചെയ്തായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഫേമസ് ആയി. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഞാനും ഫേമസ് ആയി. സൂര്യന്റെ അജിത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്തു. അപ്പൊ അവിടെ പുള്ളി ആദ്യം ചെയ്ത സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു, നടുവിലെ കുഞ്ഞും പക്കത്ത് കാണുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ സെക്കൻഡ് മൂവിക്ക് എന്നെ അപ്രോച്ച് ചെയ്തു. ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. പിന്നെ കഥയും കേട്ട് ഭയങ്കര രസമായിട്ട് തോന്നി. ആൻഡ് എൻ്റെ ഏജിന് പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. സോ ഞാൻ അത് ചെയ്തു. ബട്ട് അത് കുറച്ച് റീസൺസ് കാരണം ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി ഈ ഇയർ തന്നെ എൻഡിൽ റിലീസ് ചെയ്യും. ആൻഡ് അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു മീൻ കുഴമ്പും മൺപാനയും. ഇതിനെ മെയിനായിട്ട് ഈ കാര്യം ഈ സിനിമയിൽ എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഒരു ക്യാമിയോ പെർഫോമൻസ് കമൽ ഹാസൻ സാർ അഭിനയിക്കുന്നത്. അപ്പൊ അത് ശിവാജി ഗണേശൻ പണ്ട് ചെയ്ത ആ ഒരു പെർഫോമൻസ് പോലെ ഇപ്പൊ പറയാൻ പറ്റില്ല. November 11th ഞങ്ങൾ തന്നെ പോയി കാണേണ്ടി വരും. അതെ. ഹായ് എവ്രിവൺ, ഞാൻ കാളിദാസ് ജയറാം. ഈ വരുന്ന ആഴ്ച സ്പോട്ട്ലൈറ്റിൽ ശാലിനിയുടെ കൂടെ എൻ്റെ ഫസ്റ്റ് മൂവിയായ മീൻ കുഴമ്പും മൺപാനയും എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ വിശേഷങ്ങളായി ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. സോ ഡോണ്ട് മിസ് ഇറ്റ്. Hey!